ആലപ്പുഴ നഗരസഭ മന്നത്ത് വാർഡ് പനവേലിപ്പുരയിൽ വ്യാഴാഴ്ച രാത്രി നടന്നത് നാടിനെ നടുക്കിയ ഭീകര കൊലപാതകമായിരുന്നു. പനവേലിപ്പുരയിടത്തിൽ തങ്കരാജൻ, ഭാര്യ ആഗ്നസ് എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മകൻ ബാബു അറസ്റ്റിൽ. വിവാഹം നടത്തി നൽകാത്തതിനുള്ള പക മൂലമാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. വ്യാഴാഴ്ച രാത്രി 9:30-ഓടെയാണ് നാടിനെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകം നടന്നത്. അറസ്റ്റിലായ ബാബുവിനെ കോടതി റിമാൻഡ് ചെയ്തു. കുടുംബത്തിൽ പതിവായി ഉണ്ടാകുന്ന വഴക്കുകളെ കുറിച്ച് നാട്ടുകാർക്കും പോലീസിനും അറിയാമായിരുന്നിട്ടും അതിന്റെ ഗൗരവം കൃത്യമായി വിലയിരുത്താതെ മുന്നറിയിപ്പിൽ മാത്രം വിട്ടയച്ച മുൻ സംഭവങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. എന്നാൽ പോലീസ് രേഖകൾ പ്രകാരം ബാബുവിന് നേരത്തെ മാതാപിതാക്കളുമായുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിരുന്നു. ഇറച്ചിക്കടയിൽ ജോലി ചെയ്തിരുന്നെങ്കിലും സ്ഥിരം മദ്യപാനിയും ചിലപ്പോൾ മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളായിരുന്നു ബാബു. നാട്ടുകാർക്കിടയിൽ അയാളുമായി ഇടപെടാൻ ഭയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ ആഗ്നസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ എത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. നാട്ടുകാർ പറയുന്നത് പലവട്ടം സംഭവങ്ങൾ നടന്നിട്ടും പോലീസിന്റെ നടപടികൾ കാര്യമായിരുന്നില്ല എന്നതാണ്. ഇത്തവണയും രാത്രിയിലുണ്ടായ തർക്കം മാരകമായ കൊലപാതകത്തിൽ കലാശിച്ചു. തങ്കരാജനും ആഗ്നസും നേരത്തെ വഴിച്ചേരിയിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് കൊമ്മാടിയിലെ ഈ വീട്ടിലേക്ക് മാറി. സംഭവം നാട്ടിലുടനീളം ശക്തമായ പ്രതിഷേധത്തിനും ചർച്ചകൾക്കും കാരണമായി. ലഹരിക്കൊലയാളിയെ പോലീസിന്റെ മുന്നറിയിപ്പിൽ മാത്രം വിട്ടയച്ച നടപടി ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടികളും കൗൺസിലിങ്ങുകളും പുനരധിവാസവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നു. കുടുംബങ്ങളിലെ ആഭ്യന്തര കലഹങ്ങൾ, പ്രത്യേകിച്ച് ലഹരി ദുരുപയോഗം ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലീസ് ഇടപെടൽ വെറും മധ്യസ്ഥം മാത്രമല്ല, നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. കുറച്ചു മാസം മുമ്പ് നഗരത്തിലെ ഒരു പച്ചക്കറി കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ബാബുവിന് ഒരു പ്രണയമുണ്ടായിരുന്നു. ഈ വിവാഹം നടത്തണമെന്ന് ഇയാൾ വീട്ടിൽ ആവശ്യപ്പെട്ടെങ്കിലും ആഗ്നസ് അതിന് തയ്യാറായില്ല. പിന്നീട് മറ്റൊരു വിവാഹം ബാബു പ്രതീക്ഷിച്ചെങ്കിലും അതും നടക്കാത്തതോടെയാണ് മദ്യത്തിന് അടിമയായത്. നിരന്തരം മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് പതിവായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്നും സഹോദരി മഞ്ജുവിന്റെ വീട്ടിൽ നിന്നും ഇയാൾ മദ്യപാനത്തിനായി പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി 100 രൂപ ആവശ്യപ്പെട്ടപ്പോൾ ആഗ്നസ് അത് നൽകാത്തതാണ് കൊലപാതകത്തിന് കാരണം. ഇതിൽ പ്രകോപിതനായ ബാബു അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് അമ്മയെ കുത്തുകയായിരുന്നു. അമ്മയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് തങ്കരാജന് കുത്തേറ്റത്. കുത്തേറ്റ ഉടൻ തന്നെ തങ്കരാജൻ മരണപ്പെട്ടു. വീട്ടിൽ വഴക്കും ബഹളവും പതിവായതുകൊണ്ട് തന്നെ അയൽവാസികൾ ഈ സംഭവം ശ്രദ്ധിച്ചിരുന്നില്ല. അച്ഛൻ മരിച്ചെന്നും അമ്മയ്ക്ക് ജീവനുണ്ടെന്നും ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചാൽ രക്ഷിക്കാമെന്നും പറഞ്ഞ് ബാബു അടുത്ത വീട്ടിലെത്തി വിവരം പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതേ വിവരം സഹോദരിയെയും ഫോണിൽ വിളിച്ചറിയിച്ചു. ഇതിനുശേഷം സൈക്കിളിൽ മദ്യപിക്കാനായി ബാറിലേക്ക് പോയ ബാബുവിനെ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്കരാജൻ മരിച്ചതിൽ ബാബുവിന് ചെറിയ വിഷമമുണ്ടായതായി പോലീസ് പറയുന്നു. തങ്കരാജന്റെ മൃതദേഹം മടിയിൽ വെച്ച ശേഷമാണ് ബാബു സഹോദരിയോടും അയൽവാസികളോടും വിവരം പറഞ്ഞത്. സംഭവ സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ കൊല ചെയ്യാൻ ഉപയോഗിച്ച ചെറിയ കത്തി കണ്ടെടുത്തു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം തങ്കരാജിന്റെയും ആഗ്നസിന്റെയും മൃതദേഹങ്ങൾ മകൾ മഞ്ജുവിന്റെ കളാത്ത് വാർഡിലെ കാക്കുഴി വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. മകന്റെ അതിക്രമം കാരണം മിക്ക ദിവസങ്ങളിലും ഇവർ മകളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സൈനികനായ മഞ്ജുവിന്റെ ഭർത്താവ് നാട്ടിലെത്തുമ്പോൾ മാത്രമാണ് ഇവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും യാതൊരു ഭാവവ്യത്യാസമില്ലാതെയാണ് ബാബു പെരുമാറിയത്. ചിരിച്ചുകൊണ്ടാണ് ബാബു പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത് തന്നെ. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മദ്യലഹരിയിലായിരുന്നതിനാലായിരിക്കാം കൂസലില്ലാതെ പെരുമാറിയതെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രധാന കാരണം ലഹരി ദുരുപയോഗമാണെന്ന് അന്വേഷണ സംഘം സൂചന നൽകുന്നത്. ബാബുവിന്റെ മുൻകാല പെരുമാറ്റവും കൊലയുടെ രീതിയും ഇയാൾക്ക് മുൻപുണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുന്നു.